മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് യാത്രക്കാരെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി കെഎസ്ആർടിസി ജീവനക്കാർ പുസ്തകക്കൂട് സ്ഥാപിച്ചു. കാസർഗോഡ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലാണ് ജീവനക്കാർ 100 കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുസ്തകക്കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി മുതൽ കാസർഗോഡ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ മണിക്കൂറുകളോളം ബസ് കാത്തിരുന്ന് ബോറടിക്കേണ്ടതില്ല. യാത്രയുടെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 100 കണക്കിന് പുസ്തകങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്, ബെന്യാമിന്റെ ആടുജീവിതം, MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങിയ 100 കണക്കിന് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇഷ്ടമുള്ളവ തെരഞ്ഞെടുത്ത് വായിക്കാം. ബസ്സിന് സമയമാകുമ്പോൾ തിടുക്കത്തിൽ ഓടിപ്പോവാതെ വായിച്ച പുസ്തകങ്ങൾ തിരിച്ച് ഷെൽഫിൽ തന്നെ വയ്ക്കാൻ മറക്കരുത് എന്ന് മാത്രം. ക്ലാസിക്കുകളും ആധുനിക നോവലുകളും കവിതാ സമാഹാരങ്ങളും ഉൾപ്പെടെ 500ഓളം പുസ്തകങ്ങൾ പുസ്തകക്കൂടിലുണ്ട്. ബസ് സ്റ്റാൻഡിലെ പ്രധാന വെയിറ്റിംഗ് ഏരിയയുടെ തൊട്ടടുത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. മലയാളത്തിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഉള്ള പുസ്തകങ്ങൾ ഇതിലുണ്ട്. കവിതകൾ, കഥകൾ, ശാസ്ത്രം, ചരിത്രം തുടങ്ങി ഏതു തരം പുസ്തകങ്ങളും എടുത്തു വായിക്കാം. കെഎസ്ആർടിസി ജീവനക്കാരുടെ വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പുസ്തകക്കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പൊതു ഇടങ്ങളിൽ പുസ്തകങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുക എന്ന ലൈബ്രറി കൗൺസിലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുജനങ്ങളിൽ വായനാശീലം വളർത്തുക എന്നതാണ് പുസ്തകക്കൂടിന്റെ ലക്ഷ്യം. വനിതകളും പുരുഷന്മാരും അടങ്ങുന്ന കെഎസ്ആർടിസി ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ സംരംഭമാണ് പുസ്തകക്കൂട്. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കെഎസ്ആർടിസി ജീവനക്കാർ പുസ്തകങ്ങളെയും കവിതകളെയും രചയിതാക്കളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് രൂപം നൽകിയത് 2019 കോവിഡ് കാലത്താണ്. പിന്നീട് പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് അവർ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോവുകയും ക്രമേണ ഈ കൂട്ടായ്മ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന പുസ്തകക്കൂട് എന്ന ആശയത്തിലേക്ക് മാറുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന ബസ് സ്റ്റേഷനുകളിൽ പുസ്തകക്കൂടുകൾ ആരംഭിക്കുകയാണ് കൂട്ടായ്മയുടെ അടുത്ത സംരംഭം. കാസർഗോഡ് ഇത് 2ാമത്തെ സംരംഭമാണ്. ഈ വർഷം സെപ്റ്റംബറിൽ 3ാമത്തെ പുസ്തകക്കൂട് പയ്യന്നൂരിൽ ആരംഭിക്കാൻ പോകുന്നു. വാട്സപ്പ് ഗ്രൂപ്പിന്റെയും കൂട്ടായ്മയുടെയും സ്ഥാപകനായ PV രതീശൻ പറഞ്ഞു. ലൈബ്രറി കൗൺസിലിന്റെ ഒരു ആശയമാണ് പൊതുയിടങ്ങളിൽ പുസ്തകങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുന്നത്. അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് KSRTCയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ബസ് സ്റ്റേഷനുകൾ ഇത്തരം വായനാ കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് വായനശാലയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിരവധി സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പുസ്തകക്കൂട് ഉദ്ഘാടനം ചെയ്തു. പുസ്തകക്കൂടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിക്കവാറും എല്ലാ പുസ്തകങ്ങളും അസോസിയേഷൻ അംഗങ്ങളും അവരുടെ ബന്ധുക്കളും സംഭാവന ചെയ്തവയാണ്. പുരുഷ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന KSRTCയിലെ ജീവനക്കാർ പലരും ഒരു കാലത്ത് അധ്യാപകരോ അത്തരം ജോലികളോ ചെയ്തവരായിരുന്നു. അതിനാൽ അവർക്ക് വായനാശീലത്തിന്റെ മൂല്യം നന്നായി അറിയാം. മൊബൈലിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ കടലാസിലും അച്ചടിയിലും നിർമ്മിച്ച യഥാർത്ഥ പുസ്തകങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അത്തരം ആളുകൾക്ക് വായനയോടുള്ള താല്പര്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് കാസർഗോഡ് KSRTC ഡിപ്പോയിലെ ഈ പുസ്തകക്കൂട്. K. സതീശൻ, ദൂരദർശൻ ന്യൂസ്, കാസർഗോഡ്.